കേരള സർക്കാർ സെപ്റ്റംബർ 20 നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തില്ല. പകരം തമിഴ്നാട് ദേവസ്വം മന്ത്രി പി.കെ. ശേഖർ ബാബുവിനെ ആണ് വിട്ടുനൽകുക. ആഗോള അയ്യപ്പ സംഗമത്തിലെ മുഖ്യാതിഥിയായാണ് സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നത്. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നേരിട്ട് പോയാണ് ക്ഷണിച്ചത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സമയത്തെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പകരം പ്രതിനിധിയെ അയക്കുന്നത് എന്നാണ് അറിയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിൻ എത്തുന്നതിന് എതിരെ സംഘപരിവാർ സംഘടനകൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഇതേ ചൊല്ലി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കൊമ്പ് കോർക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഉണ്ടായത് നാസികളുടെ ജൂതന്മാരുടെ സമ്മേളനത്തിന് ഹിറ്റ്ലർ എത്തുന്നത് പോലെ ആണ് എം.കെ. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഈ സമ്മേളനത്തിന് എത്തുന്നത് എന്നുള്ളതാണ്. ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം പ്രത്യേകിച്ച് ഹൈന്ദവ വിരുദ്ധതയായിരുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുവെച്ച സാഹചര്യം ഉണ്ടായി. ഹിന്ദു ധർമ്മം എന്നത് അത് ഡെങ്കി പോലെയാണ്, മലേറിയ പോലെയാണ്, അത് ഉന്മൂലനം ചെയ്യണം എന്നുള്ളതായിരുന്നു അന്ന് ഈ പ്രതികരണമായി ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. അങ്ങനെയുള്ള ഉദയനിധി സ്റ്റാലിനെ ഒപ്പം ഹൈന്ദവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന എം.കെ. സ്റ്റാലിനെ കേരളത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യാതിഥിയായി എത്തിക്കുകയാണെങ്കിൽ തടയും എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അതിനെ പിന്താങ്ങിക്കൊണ്ടുള്ള മറ്റു പ്രതികരണങ്ങളും ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു. പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെ, പി.കെ. കൃഷ്ണദാസിനെ പോലെയുള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ ആയിരുന്നു വിമർശനം ഉന്നയിച്ചത്. ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം. മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവുമുണ്ട്. അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതായത് സനാതനധർമ്മത്തെ തള്ളിപ്പറയുന്ന എം.കെ. സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ബി.ജെ.പി. പറയുമ്പോൾ അത് ബി.ജെ.പിയുടെ സ്വപ്നം മാത്രമാണ് എന്നും അവർക്ക് സംരക്ഷണമൊരുക്കാനുള്ള ശേഷി സർക്കാരിനും ഉണ്ട് എന്നുമുള്ള പ്രതികരണമായിരുന്നു വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. ആർ കിരൺ ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ഈ ശബരിമല വിഷയം ഒരു സമയത്ത് CPM-നുണ്ടാക്കിയ മുറിവ് അത്രമേൽ വലുതായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിലടക്കം അക്കാര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് വിശ്വാസികളെ ചേർത്ത് നിർത്താനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആഗോള അയ്യപ്പ സംഗമം. അതിൽ കൃത്യമായ രാഷ്ട്രീയവുമുണ്ട്.
MK സ്റ്റാലിനെ പോലെയുള്ള ആളിനെ നേരിട്ട് പോയി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിക്കാൻ ശ്രമമുണ്ട്. മഹാരാഷ്ട്ര NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിനിധികളെ എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റാലിൻ എത്തുന്നില്ല എന്നത് ഒരു പരിധിവരെയെങ്കിലും ഇതിന് തിരിച്ചടിയായി തന്നെയല്ലേ വിലയിരുത്തേണ്ടി വരിക? അഭിലാഷ്, അതിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തേണ്ടിയിരുന്ന മുഖ്യ അതിഥി, ഏറ്റവും വാർത്താ മൂല്യമുള്ള അതിഥി തന്നെയായിരുന്നു MK സ്റ്റാലിൻ. MK സ്റ്റാലിനെ നേരിട്ട് തന്നെ ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ ദേവസ്വം മന്ത്രി VN വാസവൻ തമിഴ്നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കണ്ട് ക്ഷണിച്ചിരുന്നു. നേരത്തെ അദ്ദേഹം തന്നെയാണ് മുഖ്യ അതിഥിയായി എത്തുക എന്ന് നമ്മളും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇതിനെതിരെയാണ് സംഘപരിവാർ സംഘടനകളൊക്കെ രംഗത്ത് വന്നത്. സംഘപരിവാർ സംഘടനകൾ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് MK സ്റ്റാലിനും MK സ്റ്റാലിനല്ല പ്രധാനമായും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ്. അത് DMK-യുടെ അഭിപ്രായമാണ്. DMK-യുടെ കാലാകാലങ്ങളായിട്ടുള്ള ദ്രാവിഡ പാർട്ടികളുടെ എല്ലാം അഭിപ്രായം തന്നെയാണ് ഉദയനിധി സ്റ്റാലിനും പറയുന്നത്. ആ അഭിപ്രായത്തിനെതിരെയൊക്കെ അതിശക്തമായ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്നും ഇവിടേക്ക് കയറ്റില്ല എന്ന മട്ടിലൊക്കെ സംഘപരിവാർ സംഘടനകളുടെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്, അങ്ങനെ MK സ്റ്റാലിനെ പോലെ ഒരാൾ ഇവിടെ എത്തിയാൽ തടയാനൊന്നും കഴിയില്ല, തടയാതെ സംരക്ഷണമൊരുക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെയായിരുന്നു BJP നേതാക്കളുടെയും അതോടൊപ്പം തന്നെ V ശിവൻകുട്ടിയുടെയും എല്ലാം വാക്കുകൾ. എന്തായാലും ഇപ്പോൾ MK സ്റ്റാലിൻ വരുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് നൽകുന്ന വിവരം. എന്നാൽ MK സ്റ്റാലിൻ്റെ ഓഫീസിൽ നിന്നും അനൗദ്യോഗികമായ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. എത്താൻ കഴിയില്ലെന്നും തനിക്ക് വിദേശയാത്രയുണ്ട്, വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരക്കിട്ട ഒട്ടേറെ പരിപാടികൾ തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇത് നേരത്തെ തന്നെ മന്ത്രി വാസവനെ അറിയിച്ചിരുന്നു എന്നുകൂടി അനൗദ്യോഗികമായി അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും MK സ്റ്റാലിൻ വരുന്നില്ല എന്നത് അക്കാര്യം MK സ്റ്റാലിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് എത്തുന്നില്ല എന്നുള്ളത് ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. പലപ്പോഴും ഇത്തരം പരിപാടികൾക്കൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണം പിന്നീടാവും ലഭിക്കുക. എന്തായാലും MK സ്റ്റാലിൻ എത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കേരള സർക്കാരും കേരള ദേവസ്വം വകുപ്പിനുമൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ്. പകരം MK സ്റ്റാലിൻ എത്തുന്നില്ലെങ്കിലും തമിഴ്നാട് ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയോട് നിസ്സഹരിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. തമിഴ്നാട് ദേവസ്വം മന്ത്രി തന്നെയാണ് ഇവർ ഇതിലേക്ക് വിടുന്നത്. ദേവസ്വം മന്ത്രി പ്രതിനിധിയായി തന്നെ ഇവർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരെ കൂടി പ്രതിനിധിയായി MK സ്റ്റാലിന് പകരം പ്രതിനിധിയായി പങ്കെടുപ്പിക്കാൻ കൂടി തമിഴ്നാട് ആലോചിക്കുന്നുണ്ട്. അത് ആരെല്ലാമാണ് ഇവിടെ എത്തുന്നതെന്നൊക്കെ വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം അറിയാം. തമിഴ്നാടോ MK സ്റ്റാലിനോ ക്ഷണം ഒരിക്കലും നിരസിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം പങ്കെടുക്കാത്ത ഔദ്യോഗിക തിരക്കുകളാണെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. അതിനപ്പുറം മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? എന്തായാലും ഈ സനാതന ധർമ്മ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ പിന്നോക്കം പോകുന്ന ഒരു പാർട്ടിയല്ല DMK. DMK-യുടെ സ്ഥാപക നേതാക്കൾ കാലം മുതൽ തന്നെയുള്ള DMK-യുടെ നിലപാട് തന്നെയാണ്. എപ്പോഴും DMK-യുടെ അടിസ്ഥാനപരമായ നിലപാട് തന്നെ ദ്രാവിഡ പാർട്ടി എന്ന നിലയ്ക്ക് ഈ സനാതന ധർമ്മത്തിനും ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും DMK എടുത്തിട്ടുള്ളത്. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് അവർ തുടരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പ്രയാസമുണ്ടെങ്കിലും DMK-ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്നും DMK ഉറപ്പിച്ചു നിർത്തുന്ന ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പിച്ചു നിർത്തുന്ന പ്രധാന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോക്കം പോവുകയോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ DMK-ക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനപ്പുറം മറ്റ് തിരക്കുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ഇനി മറ്റേതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും വിഷയങ്ങളോ മുന്നിൽ കാണുന്നുണ്ടോ എന്നതൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ അറിയേണ്ട വിഷയങ്ങളുമാണ്. ഇതാണ് സംഘപരിവാർ സംഘടനകൾ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് എങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അങ്ങനെയല്ല. CPIM ശബരിമലയുടെ പേരിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. സംഘപരിവാറുമായി ചേർന്നാണ് എല്ലാ ഏർപ്പാടും നടത്തുന്നത് എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. CPIM തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്, തങ്ങളെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും സതീശൻ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ മന്ത്രി VN വാസവൻ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളെ അടക്കം ക്ഷണിക്കും, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കും എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് ആണ് ഇപ്പോൾ VD സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം MK സ്റ്റാലിനുമായി നേരിട്ട് പോയി ക്ഷണിച്ച ഘട്ടത്തിലടക്കം പ്രതികരിച്ചത് അദ്ദേഹം വരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ എത്തില്ല എന്നതാണ് വിവരം.